ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രൈസ് പ്രഡിക്ഷനാണ്. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ നിങ്ങൾ ഹോൾഡ് ചെയ്യണോ സെല് ചെയ്യണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു പ്രൊജക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുതിയ പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് നോട്ട് പിക്സൽ എന്നാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ നോട്ട് കോയിനൊക്കെ ഓൾറെഡി അവരുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നോട്ട് പിക്സലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോട്ട് ആദ്യം തുറക്കുകയാണ് വേണ്ടത്. ബോട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബോട്ട് തുറക്കുമ്പോൾ നമുക്കിതാ ഇതുപോലൊരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ നമ്മൾ ബേസിക്കലി പെയിൻ്റ് അടിക്കുകയാണ് വേണ്ടത്. പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇവരുടെ ടോക്കണായിട്ടുള്ള നോട്ട് പിക്സ് ആയിരിക്കും റിവാർഡായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ബോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ സൂം ഇൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സൂം ഇൻ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കളറില്ലാത്ത കുറേ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന വൈറ്റ് കളങ്ങൾ കാണാനായിട്ട് പറ്റും. അതിലേതെങ്കിലും ഒരു കളം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഇഷ്ടമുള്ളൊരു കളർ പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം തുറക്കുമ്പോൾ നമുക്ക് നോ എനർജി എന്നായിരിക്കും കാണുന്നത്. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമുക്കിതിൽ പെയിൻറ്റ് അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 5 എനർജി കിട്ടുന്നതായിരിക്കും. ആ 5 എനർജി ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് 5 കളങ്ങളിൽ പെയിൻറ്റ് അടിക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയിവിടെ കാണാനായിട്ട് പറ്റും, എനിക്കിവിടെ 5 എനർജി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് പോവാണ്. ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ളൊരു കളം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇഷ്ടമുള്ളൊരു പെയിൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ മേലെ നമ്മുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെ 5 എനർജി ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യാം. കുറേ അധികം സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എനർജിയും കാര്യങ്ങളൊക്കെ റീലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തും കൊണ്ട് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ പോയിന്റ് സെഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നോട്ട് പിക്സൽ പോയിന്റ്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആ ക്ലെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ക്ലെയിം ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തും കൊണ്ടും നിങ്ങൾക്ക് കുറച്ച് ടോക്കൺസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ടെലഗ്രാം, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയ സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഇതിൽ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ജോയിൻ ചെയ്യുക. പറ്റുന്ന പോലെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹാംസ്റ്ററിൻ്റെ ഏകദേശം ഒരു പ്രൈസ് അറിയണമെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണെന്ന് അറിയേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്ന്. അപ്പം നമുക്ക് ഇപ്പം ഇനീഷ്യലി എത്ര മാർക്കറ്റിലേക്ക് ടോക്കൺസും കാര്യങ്ങളൊക്കെ വരുമെന്ന് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് ഏകദേശം ടോട്ടൽ സപ്ലൈൻ്റെ 64.375% ടോക്കൺസ് ആയിരിക്കും ലിസ്റ്റിംഗ് ടൈമിൽ മാർക്കറ്റിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് ഏകദേശം 64.3 ബില്യൺ അടുപ്പിച്ച് ടോക്കൺസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പ്രീ മാർക്കറ്റിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഹാംസ്റ്റർ ടോക്കൺ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടെങ്കിൽ ഏകദേശം ഒരു $0.01 അടുപ്പിച്ചാണ്. ഈ ഒരു പ്രൈസ് വരണമെങ്കിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോക്കണിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $635 മില്യൺ അടുപ്പിച്ച് വരേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 300 മില്യണും അതുപോലെ തന്നെ ഒരു 600 മില്യണും ഇടയിലായിരിക്കും ഈ ഒരു ടോക്കണിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മിനിമം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $0.005. അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഒരു മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് $0.01 ആണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 44 പൈസയും അല്ല മാക്സിമം ഒരു 88 പൈസയുമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു ടെലഗ്രാം എയർ ഡ്രോപ്പിൻ്റെ ട്രെൻഡിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്ന നോട്ട് കോയിൻ ആദ്യം ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 800 മില്യൺ മാർക്കറ്റ് ക്യാപ്പിന് മുകളിലാണ്.
ഹാംസ്റ്റർ കോമ്പാറ്റ് ആ ഒരു മാർക്കറ്റ് ക്യാപ്പിലേക്കൊക്കെ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ എത്തുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ₹1 മേലേക്ക് ഒരു ടോക്കൺ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനിയിപ്പോൾ ഉള്ള മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺ ഭാവിയിലേക്ക് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പുകളുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെയധികം ഒരു ടോക്കണിൻ്റെ വാല്യൂവിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. CK Sync എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് കുറേയധികം മാസങ്ങൾക്ക് മുന്നേ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ചെറിയ പ്രൈസിൽ ലോഞ്ച് ചെയ്ത് വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ ഡംപ് ആവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം കമ്മ്യൂണിറ്റിക്ക് ആ ഒരു എയർ ഡ്രോപ്പ് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ കാറ്റിസിൻ്റെ എയർ ഡ്രോപ്പ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ $1 ഒക്കെ അടുപ്പിച്ചാണ് ലിസ്റ്റിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ വീണ്ടും പ്രൈസ് താഴത്തേക്ക് ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം കാര്യം ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യത്തിലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇനീഷ്യലി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ ഡമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് എല്ലാ ആളുകളും മിക്കവാറും പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. ഞാൻ എന്തായാലും സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.